അങ്ങനെ നെജുമ ഉണ്ടാക്കിയ പുകട്ടൂടിയ ബിരിയാണി. അല്ല, നെയ്ച്ചോറ് കരിഞ്ഞോ ഗായ്സ്? അങ്ങനെ നെയ്ച്ചോറ് കരിഞ്ഞിരിക്കാണ്. ഉണ്ടാക്കിയതിൽ അതാ ഇത് വെന്തിട്ട് ഇത് വെള്ളം ഒഴിച്ചില്ലേ? ഇതൊക്കെ കാട്ടിയേ. ഇത് പൊരിച്ചക്ക അരി പൊരിച്ചത്, ഇത് അരി വറുത്തത്. ഞങ്ങളെ നെയ്ച്ചോറ് ഇന്ന് നിങ്ങളെ കുക്കർ പോയിട്ടാ അടിയിലേ കലത്തപ്പം ഉണ്ടാക്കിയ മാതിരിക്കള്. അരി വാങ്ങി അതേപോലെ തന്നെ കിടക്കുന്നുണ്ട്. ഇതെടുത്ത് വെച്ചിട്ട് നാളെ തിളപ്പിച്ചാൽ മതി. നൂഡിൽസിൽ വെള്ളം കൂടിയാണ് അറിഞ്ഞ അങ്ങനെ പോകുന്നുണ്ട്. 5 നമ്മളൊരു 4 കൊടുക്കും, 10 ഒരു 4 കൊടുക്കും. അപ്പൊ ആലോചിച്ചങ്ങനെ ഞമ്മക്കിന്നൊരു അടിപൊളി പരിപാടി ഉണ്ട്. വേറെ ഒന്നുമല്ല, നിങ്ങൾ കാണാത്തൊരു മെമ്പർ നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്ക് 2 അനിയന്മാരുണ്ട്. അതിൽ ചെറിയൊരു അനിയനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുള്ളൂ. എൻ്റെ തൊട്ട് താഴെയുള്ളൊരു അനിയുണ്ട്. ഓൻ രാജസ്ഥാനിൽ പഠിക്കുകയാണ്. രാജസ്ഥാനിൽ MSc എക്കണോമിക്സ് പ്ലസ് B.Ed പഠിക്കുന്നു. അപ്പോൾ അവൻ്റെ പഠിത്തം കഴിഞ്ഞിട്ട് അവൻ പരിപാടികളൊക്കെ തീർത്ത് ലഗേജും കൊണ്ട് നാട്ടിലേക്ക് പോകും നിൽക്കണേ. ഈ സംഭവം എനിക്കറിയില്ല എന്നിട്ടാ. ഓന് എന്നാ വരിക എന്നുള്ള കാര്യത്തിൽ നമുക്ക് കൺഫ്യൂഷൻ ഇനി. അപ്പം ഉമ്മയൊക്കെ പറഞ്ഞു ഇപ്പം ഉണ്ടാവില്ല, കുറച്ച് കഴിഞ്ഞിട്ടേ വരവുണ്ടാവുള്ളൂ പറഞ്ഞിനി. അപ്പോൾ കൊണ്ട് രാവിലെ വിളിക്കുക. ഞാൻ നല്ല ഉറക്കായിരുന്നു. രാവിലെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ് ഞാൻ വന്നിക്കണ്, ഉമ്മാനോട് പറഞ്ഞിട്ടില്ല. വാണിയമ്പലം എയർപോർട്ട് വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിലുണ്ട്, ഇനി പിക്ക് ചെയ്യാൻ വന്ന് ഇറങ്ങണേ. അപ്പോൾ ഞാൻ ഏതായാലും റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എത്തിക്കണേ. അപ്പോൾ ഓനെ പിക്ക് ചെയ്തിട്ട് ഇമ്മാനെ സർപ്രൈസ് ആക്കാൻ വെക്കാം. ഓക്കെ, പോയോക്കാം എന്താ പരിപാടി നടക്കാൻ നോക്കാം. അനിയൻ വരുന്നുണ്ട് ഗൈസ്. കറക്റ്റ് പാണ്ടി ലുക്കിൽ വരുന്നത്, രാജസ്ഥാൻ ലുക്കിൽ ആള് വന്നിട്ട് കേട്ടോ. അവരെ ലഗേജൊക്കെ ഒന്ന് കയറ്റേണ്ടി വരും. അപ്പോൾ ഞാൻ പോയേക്കട്ടെ. രാജസ്ഥാനി ലുക്കിലാ വന്നിറങ്ങിക്കണേ. ബേക്കിൽ വെച്ചടാ. ഇത് തുറക്കണോ? ഡിക്കി തുറക്കണോ? ഓപ്പൺ ആയിക്കാരോ? തുറന്നോക്കാം. അപ്പൊ കറക്റ്റ് രാജസ്ഥാൻ ലുക്കിൽ വന്നിരിക്കണം കേട്ടോ. ഒരു പൂട്ടൊക്കെ ഇട്ടിക്കണം ബാഗിന്. ഇന്ത്യൻ റെയിൽവേയിൽ കള്ളന്മാര് കമ്മിയാണ്ട്. ഇത്ര ഉള്ളു ഇപ്പം എൻ്റെ ലഗേജ്. ഇമ്മാടല്ല, ഇമ്മ ചെറിയാടാണ്. ഇമ്മാനെ കൊണ്ടുവരാൻ ജിനു പോയിക്കണേ. ജോലിച്ചതിന് തൊട്ട് മുമ്പ് ഉമ്മ വിളിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഒരു പേരിൽ എത്തിയിട്ടുണ്ടായിക്കാരം. അപ്പോൾ ഗൈസ്, ഇതാണ് നിങ്ങൾ കാണാത്ത എൻ്റെ നേരെ താഴെയുള്ള അനിയൻ. ഓക്കെ, അപ്പോൾ നമ്മളിനി ഏതായാലും പെരയ്ക്ക് പോയേക്കട്ടെ. ഉമ്മ അവിടെ എത്തിയിട്ടുണ്ടാവണം. അപ്പോൾ നൈസിൽ ഉമ്മനെ പറ്റിക്കാം. ഓക്കെ ഓക്കെ ഗൈസ്, ഇപ്പം നമ്മൾ വീട്ടിലെത്തി. ഇത് പറഞ്ഞല്ലേ? ഓക്കെ, വണ്ടി പാർക്ക് ചെയ്യും. ഇജ്ജ് പോയി ബെല്ലടിച്ചാലോ കേട്ടോ. അവർക്ക് ഇറങ്ങിക്കോ. ഇറങ്ങി ഉമ്മ ഉള്ളിലുണ്ടാവും. നമുക്ക് നൈസിൽ പോയോക്കാം. ഒരു വണ്ടി ഒരു മിനിറ്റ് അത് കാണൂല. അതിൻ്റെ ഉള്ളിൽ കാണില്ല. ഞാൻ കൂളിങ് കൂട്ടി ചെയ്യും. ഉള്ളിൽ കാണില്ല. അല്ലാ, ഇത് പൊടിച്ചാണ് ഈ വണ്ടിയിൽ സാധനം ഉണ്ട്. ഈ സാധനം അയ്യോ അയ്യോ, രാജസ്ഥാനാണതേ. അതെ, 48 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഉണ്ടാകുക.
രാജസ്ഥാനിലോ ഫുഡ് രസമില്ലാത്ത ഇവിടെ വന്നപ്പോ ഇവിടെ ഉണ്ടാക്കിയ ഫുഡാണ് ഒരു ഫുഡ് വേണ്ട അതില്ലേ നിങ്ങള് വിളിച്ചില്ലേ നിങ്ങള് വിളിച്ചു കഴിഞ്ഞ് അതിന് തൊട്ട് വേക്കിൽ ഓളെ ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ഓൻ വിളിച്ചത് ഞാൻ വാടി വിളിച്ചിട്ട് പറഞ്ഞിട്ടില്ല മാറിട്ട് സൗണ്ട് ഒക്കെ ആക്കാനൊക്കെ അതിന് ലഗേജ് ഉണ്ട്. അപ്പോൾ ഗായ്സ് സർപ്രൈസ് ഓക്കെ. അപ്പോൾ നമ്മൾ ഈ വ്ളോഗ് തുടരും കേട്ടോ. ഇതിൻ്റെ തുടർച്ച വേറെ കുറേ പരിപാടികളാണ് കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ അടുത്ത പരിപാടി എടുക്കാൻ പോകാം കേട്ടോ. അനിയൻ വന്ന ആവേശത്തിൽ നെജ്മൻ്റെ മുട്ട ഒരു ബിരിയാണി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ബിരിയാണി ആകുമെന്ന് അറിയില്ല. അനിയനോട് അഭിപ്രായം ചോദിച്ചപ്പോൾ അനിയൻ പറഞ്ഞു ഞാൻ ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും തിന്നോളാം, ബിരിയാണി റിസ്ക് എടുക്കാൻ തയ്യാറല്ല എന്നൊക്കെ പറഞ്ഞു. അല്ല അന്നുണ്ടാക്കിയ ബിരിയാണി എന്താണെന്നറിയില്ല, എങ്ങനെയൊക്കെ പാളിങ്ങാണ്ട് രക്ഷപ്പെട്ടതാണോ എനിക്കറിയില്ല. പക്ഷെ അന്നുണ്ടാക്കിയ രസം ഉണ്ടായി കേട്ടോ. അല്ലല്ല ബിരിയാണി ഉണ്ടാക്കിനി, സംഭവം രസം ഉണ്ടായിനി. അപ്പൊ ഏതായാലും നമ്മള് പർച്ചേസിങ്ങിന് ഇറങ്ങാണ്. അരിയും ബിരിയാണിക്ക് ആവശ്യമായ സാധന സാമഗ്രികൾ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കടയിലേക്ക് പോവുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ കുക്കിങ്ങോട് കൂടി ഈ വ്ളോഗ് തുടരുന്നതായിരിക്കും. എന്നിട്ട് അങ്ങനെ ഫുഡിൻ്റെ അഭിപ്രായം ചോദിച്ചിട്ട് നമ്മൾ ഈ വ്ളോഗ് അവസാനിപ്പിക്കും കേട്ടോ. അതിനിപ്പോൾ ഇത് ഫുഡ് ആകുമോ ബിരിയാണി ആകുമെന്നല്ലോ ഒന്നും അറിയില്ല. എന്തായാലും പടച്ചോൻ കാക്കട്ടെ, നമ്മൾ പോയി സാധനം വാങ്ങട്ടെ. ഓക്കെ. അപ്പോൾ നമ്മൾ സാധനം വാങ്ങുന്ന സ്ഥലത്തേക്ക് എത്തി. സാധനം മേടിച്ചിട്ട് വീട്ടിലേക്ക് പോവാം. ചിക്കനും വാങ്ങാമല്ലേ? ചിക്കൻ ഇവിടെ കിട്ടാത്തതുകൊണ്ട് കോഴിപ്പീടി പോകണം. ഞാൻ പീടിയിൽ പണിക്ക് കയറിയല്ലോ കേട്ടോ. സാധനം വാങ്ങാൻ വന്നാൽ തിരക്കാണ്ട് നമ്മൾ തന്നെ സാധനത്താണ്ട് പോകാൻ നോക്കുക. ബാപ്പാക്ക് വേണ്ടി പലർക്കും പീടിനെ അതുകൊണ്ട് കുറച്ചൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട്. അല്ലല്ല അർത്ഥമില്ല. ഇത് വെക്കട്ടെ എത്ര 2.5 ബുള്ളറ്റ് ആ ഓഫറിലുള്ള ഓക്കെ. അപ്പോൾ അരിയായി. ഇനി എന്ത് സാധനം വേണ്ടി? ഓക്കെ. വേറെ സാധനം എന്താ വേണ്ടി? ലിസ്റ്റിന് അജ്മെൻ്റ് എടുത്താട്ടോ. വലിയുള്ളി 2 കിലോ വേണ്ടി വരും. പക്ഷെ അത് ഓഫറാ, അത് നല്ല ഓടിക്കാൻ. വെല്ലുള്ളി ഒരു കൊട്ട എടുക്കട്ടെ. ഔട്ട് വരുമോ? നോക്കാണോ? പുട്ടുപൊടി അവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട് മല്ലിച്ചപ്പ് പൊതിന. മല്ലിച്ചപ്പ് പൊതിന ഇതിൻ്റെ ഉള്ളിലുണ്ടാവും. മല്ലിച്ചപ്പും പൊതിനയും അല്ല അത് ഇങ്ങനത്തെ പാക്കറ്റ് ഉണ്ടാവുള്ളൂ. അതിൽ കെട്ടുണ്ടാവില്ലേ? മല്ലിച്ചപ്പ് ഇനി എന്താ പൊതിന അല്ലേ? ഇത് മല്ലിച്ചപ്പാണല്ലോ. അങ്ങനെ വണ്ടി കൊടുക്കണ്ടോ? പുട്ടുപൊടി ഏതാണ്ടി? പുട്ടുപൊടി ഏതാ നല്ലത്? ഇതല്ലേ പുട്ടുണ്ടാക്കാൻ വെറുതെ ഇങ്ങനെ തള്ളിയിട്ട് കാര്യമില്ല. അജ്മി ഇപ്പൊ എനിക്കതിരുണ്ട്. CH നല്ലതാണല്ലോ. അപ്പൊ CH മതിയോ? അജ്മി എവിടെ? അജ്മി ഞാൻ കണ്ടില്ല. ഇത് കൈമാറിയാണ്. അതിപ്പോ ഇങ്ങനെ എന്തോ ഇല്ലല്ലേ? അത് മതി. അപ്പൊ പുട്ടുപൊടി ആയി. ചായപ്പൊടി ഇവിടെ ഉണ്ട്. ചായപ്പൊടി ഏതാ വേണ്ടി? ഏതാ വേണ്ടി? ലൂസോ? ലൂസ് ചായപ്പൊടി കിട്ടൂലേ? അതിപ്പോ ഇവിടെ ഉണ്ടോ എനിക്കറിയില്ല. റിപ്പിൾ അല്ലതാണ്. റിപ്പിൾ അടിപൊളി ചായപ്പൊടി. പക്ഷെ ഇതാണ് ഇത് പ്ലാന്റ് ഇതാണ്. ഇത് ഇവിടുത്തതാണേ. റിപ്പിളാണ് നമ്മളെ ഇടുക്കി പോകുമ്പല്ലേ അടിപൊളിയാ. അല്ല ഇത് ചെറുതാണേ. ഇത് മതിയോ?
തൽക്കാലം അത് പോട്ടല്ലേ ഇത് വേറെ വാങ്ങല്ലേ മതി AVT എങ്കിൽ AVT ഇതല്ലേ ഉയരം കൂടുന്തോറും സ്വാദ് കൂടണ് കണ്ട് കണ്ടതേനാ ഞാൻ സ്വാദ് കുറച്ച് കുറഞ്ഞോട്ടെ എന്നായിക്കോട്ടെ ഉയരം കുറയും തോറും സ്വാദ് കൂടുന്നതായിട്ടുണ്ട് എന്നാ അതായിക്കോട്ടെ ഇനി ആട്ടപ്പൊടി ആട്ടപ്പൊടി ആശീർവാദല്ലേ പറഞ്ഞേ വാ അത് ഇവിടെ ഇല്ലല്ലോ ഇത് മാഗിയൊക്കെയാണ് ഇവിടെ ഇല്ല വാ ആശീർവാദ ആട്ടപ്പൊടി ആ പൊടിൻ്റെ സെക്ഷനിൽ തന്നെ ഉണ്ടാവും ഈ കാരം ഈ കൂട്ടത്തിലുണ്ടാവും അവിടെ ഉണ്ടോ നോക്കിയാ ഇവിടെ ഉണ്ട് ആശീർവാദ് ആട്ട വിത്ത് മൾട്ടി ഗ്രെയിൻസ് ഇത് കുറേ ടൈപ്പ് ഉണ്ടല്ലോ ശർബതി ആട്ട സുപ്പീരിയർ MP ആട്ട പറയും അറിയില്ല ഞാൻ ചപ്പാത്തി ചക്കി ആട്ടേ അതൊക്കെ അങ്ങനെയൊക്കെ വിളിച്ചോക്കാം അല്ല ആശീർവാദിൽ തന്നെ 3 ടൈപ്പ് ആട്ടണ്ടേ അപ്പൊ നമുക്ക് ആട്ട കണ്ട് കൺഫ്യൂഷൻ ആയി കഴിച്ചു നമുക്ക് ആട്ടപ്പൊടി അറിഞ്ഞാലേ അറിയുള്ളൂ വേറെ കൂടുതലൊന്നും അറിയില്ല അപ്പൊ എന്ത് ആട്ടയാണ് വേണ്ടി ചോദിച്ചോക്കാം ശർബതി ആട്ട സുപ്പീരിയർ ആട്ട ചക്കി ആട്ട കണ്ടമാനുണ്ട് കേട്ടോ അല്ല ആശീർവാദ് പറഞ്ഞു ഇതിപ്പോ ആശീർവാദിന്റെ തന്നെ കുറെ സാധനമുണ്ട് നോക്കട്ടെ എടുക്കണില്ലല്ലോ അമ്മ വിളിച്ചോക്കാം അപ്പൊ പോയിട്ടില്ലല്ലോ വീട്ടിലില്ലേ നോക്കാം ഇതെന്താ ഇതെന്താ റോക്ക് സോൾട്ട് കല്ലുപ്പ് ഇത് രാജസ്ഥാനിൽ ഇതാണ് മെയിൻ ആണോ എല്ലാ നാരങ്ങളത്തിലൊരു ഇത് ഇട്ടരും ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ ഭയങ്കര ഹെൽത്തിയാന്നൊക്കെ പറയും ഇങ്ങനത്തെ സാൾട്ടാ നല്ലത് നമുക്ക് ആ ടേസ്റ്റ് പറ്റില്ല മറ്റേത് എടുക്കണില്ല അപ്പൊ നമ്മളൊരു ഇത്രയും കാലത്തെ അറിവ് വെച്ചിട്ട് നമ്മളൊരു ആട്ടപ്പൊടി സെലക്ട് ചെയ്യാൻ പോവുകയാണ് ഇത് 0% മൈദ 100% ആട്ട പിങ്ക് സാൾട്ടോ ഇതൊക്കെ കണ്ട നല്ലതേക്കാരം അല്ലേ ഹെൽത്തി ആയിക്കാരം ഹൈ ഫൈബർ ആണ് ഇതിൽ പറഞ്ഞത് ഏതേലൊക്കെ ഒന്ന് എടുത്ത് വരിക ഏത് ഇതിനെത്ര ഇതിന് 83 റുപ്യ നമുക്ക് നോക്കാം ഇതിന് 83 റുപ്യ മണി സേവർ പാക്ക് ഇതിനെത്ര 138 അപ്പൊ ഇതല്ലേ ഇത് 2 കിലോ അല്ലേ ഇതെടുക്കല്ലേ അങ്ങനെയാ ഇതെടുത്താ അപ്പൊ അതായി ഇനി എന്താണ്ട് ഫോൺ അടിക്കും അല്ല അവിടെ അരി എടുത്ത് വെച്ചിക്കണം അവിടെ തുറന്നാ അച്ചു പൊന്തുവോ പിന്നെ 2 കിലോ അരി പൊന്തു അല്ല 2 കിലോ അരി 2.5 കിലോ ആകെ നെയ്ച്ചോറരി വാങ്ങിക്കണേ അത് പൊന്തൂലെങ്കിൽ ഫീസ് കണ്ണ് കാണില്ല എനിക്ക് 800 അടക്കട്ടോ മല്ലിച്ചപ്പ് എടുത്തു പുതിന എടുത്തു തൈര് എടുത്തു വെല്ലുള്ളി എടുത്തു ചിക്കൻ പിന്നെ വാങ്ങണം ബിരിയാണി അരി വാങ്ങി പച്ചരി ആണ് പുട്ടുപൊടി എടുത്തു കടുക് ചായപ്പൊടി എടുത്തു ആട്ടപ്പൊടി എടുത്തു ഇനി കടലയും കടുകും മണിക്കടലയും കടുകാണ് വേണ്ടി കടുകിന്റെ പാക്കറ്റ് ഇവിടെ ഉണ്ട് കടുക് 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 എന്തൊന്നുമില്ല ക്വാളിറ്റിന്റെ കടുകൊക്കെ മതി ഇത് പോരെ അത് ഭയങ്കര അത് വേറെ എന്താണ് ചിയാസീഡ് എണ്ണ കടുകായി ഇനി മണിക്കടല അത് ഇവിടെ നോക്കിയാ ഇതല്ലേ അത്രൊന്നും വേണ്ട എന്താ അത്രൊന്നും ഉണ്ടാക്കലില്ല നല്ലതല്ലേ ഇത് മതിയോ ഇത് 1/2 കിലോ ഉണ്ട് ഇത് മതി അതായിക്കോട്ടെ അല്ലേ അപ്പോൾ ആയിട്ടോ സാധനമായി ഇനി ചിക്കനെ വാങ്ങാനുള്ളൂ ചിക്കനും മറ്റേ പച്ചരി മറ്റേതാ നമ്മൾ ഉദ്ദേശിച്ച പച്ചരി ഇല്ല അപ്പോൾ പച്ചരി വേറെ വാങ്ങാം അപ്പോൾ നമ്മൾ ഇവിടെ നിന്നുള്ള സാധനങ്ങൾ കഴിഞ്ഞു ഇനി നമ്മൾ ചിക്കൻ വാങ്ങാൻ പോകണം ഓക്കെ അപ്പോൾ ചിക്കൻ വാങ്ങാൻ പോട്ടെ ബൈ ന്യൂട്ടല കൂടുന്നത് അവിടെ ഉണ്ട് അത് ഇവള് തൊടാനും കാണാനും പാടില്ല ഒന്ന് സോനും ഉണ്ടായി ഒന്ന് ഇഞ്ചും കൂടി തിന്നോ ഇതല്ലേ സാധനം പാഷൻ ഫ്രൂട്ടിന്റെ അതിന്റെ ചെറുതുണ്ട് കേട്ടോ സ്പ്രൈറ്റ് മുക്കി കുടിച്ചാൽ
ഈ സ്ക്വാഷ് ഇതും സ്പ്രൈറ്റും ഇതും സോഡയും മല്ലിച്ചപ്പ് ഇട്ടാലും ഒരു ഡ്രിങ്ക് കിട്ടിയാലും ഡ്രിങ്ക് ഉണ്ടാക്കാം. കുഞ്ഞതെടുത്തോളൂ. അത് ഷെബിൽ ഖാന്റെ ഐഡിയ ആണ്, സ്റ്റേഡിയത്തിൽ നിന്ന് ഞാൻ കണ്ടതാ. ഇതിട്ട് അപ്പോൾ അങ്ങനെ ആക്കിയാലോ? ഇതെടുക്കാട്ടോ? അതെ ചെറുതല്ലേ. ആ എന്നാ പിന്നെ അതേക്കോട്ടെ. മല്ലിച്ചപ്പ് ഓൾറെഡി ഇല്ലേ, അതിൽ കുറച്ച് മല്ലിച്ചപ്പ് ബാക്കിയുണ്ടാവില്ലേ? ഒരു സോഡ വാങ്ങിയാലോ? അതൊന്നും ഇമ്മ തന്നില്ലല്ലോ. ഇതിനിപ്പോ അടുത്ത് ഒക്കെ വാങ്ങിയതാണ്, ഒക്കെ ഉണ്ടോ എന്നാ ഇനി എന്താ ഒരു സോഡ സ്പ്രൈറ്റ് എന്തെങ്കിലും വാങ്ങാം. ആ ഡ്രിങ്ക് ഉണ്ടാക്കാന് അതും കൂടി ഉണ്ടാക്കിട്ട് അതും പാടെ വാങ്ങിയിട്ട് പരിപാടി കഴിഞ്ഞിട്ടോ. അപ്പുറത്തേക്ക് പോവാം, അവിടെ കൊള്ളൂല. അവിടെ സോഡ ഉണ്ട്, പോലെ ഫ്രിഡ്ജില് സോഡ സ്പ്രൈറ്റാ വേണ്ടി. ഏതോ ഇത് വാങ്ങിയാലോ? ഇതിന് 50 റുപ്യ, ഇതിന് എത്ര റുപ്യ? ഇതിന് 90 രൂപക്കാരോ? ഇത് വാങ്ങിയാലോ? എന്തായാലും ബിരിയാണി അല്ലേ? അത് കുഴപ്പമില്ല. എല്ലാത്തിനും 10 റുപ്യ കൂടിയേക്കണേ. ചോക്ലേറ്റിനൊക്കെ 10 റുപ്യ കൂടിയാണ്. ഇതുവരെ മതി. അപ്പൊ നമ്മളെ സാധനങ്ങൾ ഏകദേശം ആയിട്ടോ. ഇഷ്ടമല്ലാത്ത ഏരിയ കണ്ണെടുക്കൂല. മുട്ടായി മധുരം ഐസ്ക്രീം അതിനാട് കണ്ണെടുക്കൂലോളെ. അല്ലോ അപ്പൊ ഇമ്മളിച്ചുണ്ട്. ഹലോ, ആട്ടപ്പൊടി കണ്ടമാന ടൈപ്പ് ഉണ്ടല്ലോ, ഏത് ആട്ടപ്പൊടി എടുക്കേണ്ടി വെച്ചാൽ വിളിച്ചാ? ആശീർവാദിന്റെ തന്നെ പല ടൈപ്പ് ആട്ടപ്പൊടി ഉണ്ട്. ഇച്ചെന്ത് ചക്കിയാട്ടെ, അങ്ങനെ കുറെ ആട്ടകളുണ്ടല്ലോ, മൾട്ടിഗ്രെയിൻസ് പല ടൈപ്പ് ഉണ്ട്. ഏതായാലും ഒന്നും എടുത്തുക്കണ്. ആയിക്കോട്ടെ. അതായത് ഈ തന്തിയും തറവാടില്ലാത്ത കുറെ കമ്പനികൾ ഓരോ സാധനം കിട്ടും. അതിന്റെ വെള്ളമൊക്കെ എടുത്ത് കുടിച്ചു. കടച്ച നല്ല സാധനം ഒന്നും പറ്റൂല. എല്ലാ പുട്ട സാധനവും വണ്ടി പോയി എടുത്താണ്ട് കുടിച്ചു. അതൊക്കെ നല്ലത് എന്തെങ്കിലും എടുത്തോ വാങ്ങി തരാം. അതൊക്കെ തേങ്ങന്റെ വെള്ളമൊക്കെ അതൊന്നും പറ്റൂല കേട്ടോ. തേങ്ങന്റെ വെള്ളം അങ്ങനത്തെ നല്ല സാധനങ്ങളൊന്നും പറ്റൂല. ഇന്ത്യയിൽ ഏറ്റവും കേടില്ല നോക്കിയാണ്ട് കേടിൽ ടോപ്പ് നിൽക്കുന്ന സാധനങ്ങൾ നോക്കിയാണ് വാങ്ങുക. അതാണ് ഓളെ ട്രെൻഡ്. ഇജ്ജ് വെള്ളം വാങ്ങാൻ വന്ന ഐസ്ക്രീമാ? അജ്ജി കാഴ്ച വെങ്കളി ലുലുമാൾക്ക് വരി വന്നിക്ക. ഏതജ്ജി ഏതായാലും പോയോക്കട്ടെ. ഇനി ഇത് ബില്ലടിച്ചാണ്ട് നമ്മൾ ചിക്കൻ വാങ്ങാൻ പോകും. ഓക്കെ, അങ്ങനെ കാണാം. ഒരു കവർ ഇട്ടോ. ഇത് ചെറിയ ഓട്ടയായി. ഇത് വേണേ സ്കാൻ ചെയ്തോളേ. ഒന്നിനുമില്ല, വേറെ മോഡൽ ഹലോ. ഇതൊക്കെ ലേറ്റർ ആവാനോ? ഞാനോ? ഞാൻ MES. ഓ, ഞാൻ ഓളെ പേരിൽ ഒരു ബുക്ക് ഇറക്കുന്നുണ്ട്. നജുമയുടെ 101 പൊട്ടത്തരങ്ങൾ ഇറങ്ങാണ്ട്. അത് ഇറക്കുമ്പോൾ എല്ലാവരും അറിയിക്കാം, എല്ലാവരും വാങ്ങണം. അതായത് ജീവിതത്തിൽ നിന്നും ചേന്തി എടുത്ത കുറച്ച് ഏടുകളായിരിക്കട്ടെ അതിലുണ്ടാകുക. ഏതായാലും ഇത് ബില്ലടിച്ചോട്ടെ, എന്നിട്ട് പോവുക. അങ്ങനെ വാട്ടം പിടിച്ചിട്ടുണ്ടല്ലോ ഓരോ മുട്ടായി സാധനങ്ങൾക്ക്. 658. സോനുവിന് എന്താ പണി അറിയോ? ഞാൻ ഇവിടെ വന്ന് പോയിന്റ് ഉണ്ടാക്കും, സോനു ലാസ്റ്റ് വന്ന് റെഡീം ചെയ്യും. ഞാനാണെങ്കിൽ ഒരു സംഖ്യക്ക് പോയിന്റ് ഉണ്ടാക്കും കേട്ടോ. ഞാൻ പിന്നെ വന്ന് നോക്കുമ്പോൾ പോയിന്റ് ഒന്നും കാണൂല. അതിന് ഇവിടെ വർക്ക് ചെയ്തിട്ടോ കുറച്ച് ടൈമിൽ. ഇപ്പോൾ പോയിന്റ് ഒന്നും ബാക്കിയില്ല. നോക്കട്ടെ. ഏതായാലും നമ്മൾ ഇനി സാധനം വാങ്ങട്ടെ, എന്നിട്ട് ചിക്കൻ വാങ്ങാൻ പോവാം. ഓക്കെ, ആയിക്കോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പൊ നമുക്കൊരു സബ്സ്ക്രൈബർ കിട്ടിട്ടോ. നീ പോട്ടെ, നീ പോവുക. എടാ എന്താ തിന്നണേ? ഏതാ മുട്ടായി? ഏതോ സെറ്റപ്പ് മുട്ടായി ഇട്ടിരിക്കണോ? അങ്ങനെ ഉള്ളു കൂടെ തെണ്ടി കിടക്കണ്ടേ? ഞമ്മള് പോകാട്ടോ ചിക്കൻ. സുഹൃത്തുക്കളെ, നമ്മൾ കോഴിപ്പീടിയിലെത്തി. അതൊക്കെ വണ്ടി സൈഡാക്കിയാണ്ട് കോഴി വാങ്ങാൻ ഗൈസ്. കോഴി 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 കോഴിപ്പീടിയ കയറി പിന്നെ നമ്മളെ ആൾക്കാരായോണ്ട് കുഴപ്പമില്ല. ഇറങ്ങാം. ഓക്കെ, നമ്മള് കോഴി വാങ്ങിയാലട്ടാ. കോഴി 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 അങ്ങോട്ട് കൊണ്ടുവരല്ലേ? മണ്ടിക്കോളിയല്ലേ അതിലെ പാഞ്ഞോളി.
മൂപ്പറെ കാട്ടി കൊടുക്കണ്ട. അപ്പം ഞങ്ങൾ കോഴി ഞങ്ങൾ വന്നാട്ടോ ഒരു വലിയ കോഴിനെ പിടിച്ച് പൈസ കുറഞ്ഞോ 131 പെരുന്നാളെ ടൈമിൽ കോഴിക്ക് പെരുമലേന് ഒന്നാമത് മീൻ കിട്ടണില്ല. മീനൊക്കെ തിന്നാൻ പൂതിയേക്കണം. പക്ഷെ പറഞ്ഞിട്ട് കാട്ടണേ കിട്ടാല്ല, മീൻ കിട്ടാല്ല. അപ്പം നമ്മൾ നല്ലൊരു കോഴിനെ പിടിച്ചിട്ട് ബിരിയാണിയൊക്കെ ഉള്ള പരിപാടിയാണ്. സാറായിക്കോട്ടെ 2,800 മതി. ഓക്കെ, അപ്പം നമ്മൾ ആ കോഴിനെ വെട്ടി മുറുക്കി പെരിക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ ചിക്കനും സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലെത്തിട്ടോ. ബിരിയാണീൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങിയേക്കണേ. നമുക്ക് പോയോക്കാം അടുക്കളയിൽ എന്താ സംഭവിക്കണം. ബിരിയാണി ആകുമോ എന്താകും അള്ളാഹ്ക്ക് അറിയാം. പോയോക്കട്ടെ. ബിരിയാണി ഉണ്ടാക്കണ ആള് മാറിയോ? ഇത് പോകാനാണല്ലോ ഫുൾ അരിയണത്. ഉള്ളി അരിഞ്ഞോണ്ട് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം അപ്പോൾ ആ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഇപ്പോൾ അരിഞ്ഞോണ്ട് നിൽക്കണത്. അതുകൊണ്ട് അവന്റെ ഭാര്യക്ക് വരാൻ പോകുന്ന ഭാര്യക്ക് നല്ല സുഖമായിരിക്കും. എല്ലാം ഇതൊന്നും സംഭവം അറിയോ? കാറ്ററിങ്ങിന് പോകുമ്പോണ്ടാവും കുറച്ച് ചെക്കന്മാര് വെറുതെ ഇങ്ങനെ സ്പീഡില് എന്തോ പണിയെടുക്കേണ്ട അറിയാൻ വേണ്ടിട്ട് സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേ. അതേമാതിരി നെജിമ അങ്ങനെ സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേ. കത്തി കാണാനല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പുള്ളി അതായത് കത്തി ഇവ ഉള്ളി അരിയാൻ തുടങ്ങിയപ്പോ കത്തി അരിഞ്ഞ നടക്കാൻ തുടങ്ങി. ഉള്ളി മൊത്തം അരിഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ കത്തി കണ്ടിട്ടില്ല. ഇപ്പോൾ ഫുള്ള് ഉടായിപ്പ്. കത്തി കാണാൻ അറിഞ്ഞാണ്ട് ഒരു 5 മണിക്കൂർ കത്തി തെരഞ്ഞെടുത്ത് നമ്മള് ഡിസ്ക് പൂച്ചാള് നെജിമ മേടിച്ചിട്ടോ. പെരിയിൽ 2 ഡിസ്ക് പൂച്ചാളുണ്ട്. അപ്പോൾ ഇവിടെ വെള്ളം ചാടി. വെള്ളത്തിൻ്റെ മോട്ടറിൻ്റെ ഞാൻ പറയാൻ വന്നത് മുഴുവനാക്കട്ടെ. മോട്ടർ അറിഞ്ഞാണ്ട് വെള്ളം ചാടിയാണ്ട് സൗണ്ട് കേട്ടിക്കണേ. തകരത്തിൻ്റെ സൗണ്ട് കേട്ടാണ്ട് ഓടിക്കണേറ്റാ പൂച്ച. ഓളവിടുന്ന് ഒരു സമാധാനം തരില്ല. ഇവര് ഇറച്ചി മീനും മണടിച്ചാ അപ്പം വരും മ്യാവ് മ്യാവെന്ന് പറഞ്ഞാണ്ട്. അവിടെ തിന്നുകാണ്ട് ഒരു വേം മിന്നും. അപ്പോൾ ഏതായാലും നെജിമ അവിടെ ചിക്കൻ കഴിക്കുന്നുണ്ട്. നെജിമ ചിക്കനൊക്കെ കഴിക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങട്ടെ. എന്നിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ബിരിയാണി ഉണ്ടാക്കലിൻ്റെ മെയിൻ ഈ ചിക്കൻ മസാല കൂട്ടലാണെന്നും പറഞ്ഞുകൊണ്ട് നെജിമ ചിക്കൻ മസാല കൂട്ടാൻ വേണ്ടി വരുന്നുണ്ട്. ചിക്കനിലേക്ക് തൈര് ഒഴിക്കുന്നു. എന്നിട്ട് അടുത്ത പ്രോസസ്സ് എന്താ? തൈര് നന്നായിട്ട് കുഴച്ചിട്ട് പിന്നെന്താ കുറച്ച് മല്ലിച്ചപ്പ് ഇടുക. മല്ലിച്ചപ്പും പുതിന മിക്സ് ചെയ്തിട്ട മലബാർ ബിരിയാണിയോ തലശ്ശേരിയോ ദം ബിരിയാണിയോ? ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. എന്നിട്ട് അത് ശരി, ഹോട്ടലിൽ നല്ല പേരല്ലേ, അത്ര പ്രൊഫഷണലിസം മതി. അപ്പോൾ ഇതെന്തിനാണ് ഈ ഇഞ്ചിയും ഇങ്ങനെ വെച്ചിരിക്കുന്നത്? ഓക്കെ, അറിയാത്ത പോലെ നിൽക്കാം. മസാലപ്പൊടി. അപ്പോൾ മസാല മിക്സിങ് തുടങ്ങി. മഞ്ഞൾപ്പൊടി ഇട്ടു. എന്താ ഗരം മസാല ഇട്ടു. ബിരിയാണി മസാല അവിടെ അപ്പോൾ ഒട്ടിച്ചിട്ടില്ല. ഇതാ ഉപ്പ് ഇട്ടു. ബിരിയാണി മസാല ഇല്ലല്ലേ? ഓക്കെ, അറിയാത്ത പോലെ നിൽക്കാം. ഓക്കെ, മിക്സിങ് കഴിഞ്ഞ് ഇനി അടുപ്പത്ത് കയറി നോക്കട്ടെ. അപ്പോൾ നെജിമ മസാല ഒക്കെ വെച്ച് സംഭവം അതിൽ വേറെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞില്ലേ. അപ്പോൾ കുക്കറിലേക്ക് സംഗതി നിറച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ പറഞ്ഞേ? മണോ? മണൊക്കെ ഉണ്ട്. ഇപ്പൊക്കെ എങ്ങനെ വെച്ചാൽ ഓളിങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. ഓളന്നെ ഇങ്ങനെ പൊലിവ് ഇങ്ങനെ കയറും. അതാണ് ഓളൊരു പ്രത്യേകത. സ്വന്തമായിട്ട് ഉണ്ടാക്കി സ്വന്തമായിട്ട് പൊലിവ് കയറുന്ന ഒരാളാണ്. ബിരിയാണി ആയാൽ മതി. മണം കേട്ടിട്ട് പ്രത്യേകിച്ചൊന്നും തോന്നണില്ല. അതിപ്പോൾ ഉണ്ടായി കഴിക്കുമ്പോഴേ അറിയുള്ളൂ. ഇതാണ് മണം കേട്ട് പറഞ്ഞത്. മണത്തിട്ട് എന്താ തോന്നണമെന്ന് പറയാം. ടേസ്റ്റാ. നോക്ക്, ബിരിയാണി ആയാൽ മതി.
ഇളക്കാൻ ഒരാളെ പഞ്ചായത്തിൽ നിന്ന് കൊണ്ടുവരണല്ലേ? പുള്ളിയൊക്കെ കഴിഞ്ഞാൽ മോന് എന്നിട്ട് ഇപ്പം എനിക്ക് ബിരിയാണി മുഴുവനാക്കാൻ പറ്റാം. ഓക്കെ. അപ്പൊ സുഹൃത്തുക്കളെ നമ്മള് ബിരിയാണി ദമ്മ് പൊട്ടിച്ചോട്ടോ. ദമ്മ് പൊട്ടിച്ചോട് കൂടി ഒരു കരിഞ്ഞ മണം മൊബൈലുമ്മ കളിച്ചിരിക്കാണ്. ഇപ്പ റൂമിൽ നിന്ന് ഇപ്പൊക്കെ വണ്ടി വരുന്നുണ്ട്, കരിഞ്ഞ മണം കിട്ടിയാണ്ട്. ഇതിപ്പോ മേലൊന്നും വലിയ കുഴപ്പമില്ല, അടിയിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നമുക്ക് കാണട്ടോ. അങ്ങനെ ബിരിയാണിയുടെ ഖജാൻജി നജ്മ സർ മോനോടെ മോന് കാണണ്ട, ജിപ്പേറിൽ കയറും. അപ്പൊ നമുക്ക് നോക്കാം ബിരിയാണിന്റെ അവസ്ഥ എന്താന്നുള്ളത്. നല്ല രസം ഉണ്ടാവും. ബിരിയാണിന്റെ അടിഭാഗമാണ് എനിക്ക് കാണണ്ടേ, അത് കങ്ങിക്കണേ. അല്ല മോനാണ് ആ ചെങ്ങായി അഞ്ജന് രാജസ്ഥാനിന്ന് ഇല്ല അന്തം മുട്ട ഫുഡ്. അഞ്ജനേ രാജസ്ഥാനിന്ന് കുറെ അന്തം മുട്ട ഫുഡ് കഴിച്ചു, പേരേന്ന് നല്ല ഫുഡ് കഴിക്കാന്ന് പറഞ്ഞു വന്നാട്ടോ. രാവിലെ വന്നപ്പോ തന്നെ പറഞ്ഞു ഓളുണ്ടാക്കണ ബിരിയാണി ആണെങ്കിൽ വേണ്ട. അതെ, മയത്തും അമ്മ സ്മെല്ലാ കിട്ടിയ. അത്ര കരിഞ്ഞിട്ടൊന്നുമില്ലടാ. അല്ല കാണാൻ കുഴപ്പമില്ല. അല്ല ഇപ്പൊ മണം കൊറേ പോയി. അടിഭാഗമാണ് നമുക്ക് കാണണ്ടേ. ഇത് കണ്ട ജിനോ ഇങ്ങനെ ചിക്കൻ ഒടയുന്നോണ്ടാണ് പറയുന്നത് ആദ്യം ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ചിക്കൻ ഒടയൂല. അതെ ചിക്കൻ പൊരിക്കാതെ പച്ചക്കറി അതെ. അങ്ങനെ നെജുമ ഉണ്ടാക്കിയ പുകട്ടൂടിയ ബിരിയാണി. അല്ല നെയ്ച്ചോറ് കരിഞ്ഞോ ഗായ്സ്? അങ്ങനെ നെയ്ച്ചോറ് കരിഞ്ഞിരിക്കാണ്. ഉണ്ടാക്കിയതിൽ മൊത്തം അതാ ഇതിപ്പോ എന്തിട്ട് ഇത് വെള്ളം ഒഴിച്ചില്ലേ? ഇതൊക്കെ കാട്ടിയേ. ഇത് പൊരിച്ചക്ക അരി പൊരിച്ചത്, ഇത് അരി വറുത്തത് ഞങ്ങളാ. അപ്പൊ അതാട്ടോ ബിരിയാണി ഓക്കെയാണ്. അപ്പൊ ഗായ്സ് ഇത് ഇങ്ങോട്ട് നോക്കി വെള്ളമില്ലാത്തോണ്ടേ ഗായ്സ് ബിരിയാണിക്ക് കുഴപ്പമില്ല കേട്ടോ. ബിരിയാണി സക്സസ് ആണ്, കരിഞ്ഞിട്ടില്ല, ഒരു തുള്ളി അടി പൊടിച്ചിട്ടില്ല. പക്ഷേ നെയ്ച്ചോർ ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കിയതാ? നെയ്ച്ചോറ് ഞാൻ വാങ്ങിയപ്പോൾ അരി ഇതേ ലുക്കേനി, അതേപോലെ തന്നെ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ഇതിന്റെ സൈഡ് ഇങ്ങനെ കണ്ടറിയാം. അല്ലെങ്കിലും മോന് വരുമ്പോ നെജുമ എന്തുണ്ടാക്കിയാലും പാളല. അല്ല ബിരിയാണി അത് നമുക്ക് കാണിച്ചു കൊടുക്കാം. ബിരിയാണി ഒന്നും പറ്റിയിട്ടില്ല, ഫുള്ള് നോർമൽ കുക്കിംഗ് സംഗതികളേ ഉള്ളൂ, ഒരു തുള്ളി ഇതായിട്ടില്ല. ബിരിയാണി രസമുണ്ട്. ചിക്കൻ നല്ല ബന്ധമൊന്നുമില്ലോ. ഏതായാലും നെയ്ച്ചോറ് കരിച്ച് ഏകദേശം എത്ര കിലോ അരി ഉണ്ട്? അപ്പൊ ഗായ്സ് ബിരിയാണി മാത്രം സക്സസ് ആയി, നെയ്ച്ചോർ പാളി. അല്ല ആ അരി ഇങ്ങനെ തന്നെ എടുത്തുവെച്ചാൽ മതി. ഇതിപ്പോ ഒരു കവർക്ക് ഇട്ടുവെച്ചാല് ഇത് അതേപോലെ കിടക്കുന്നുണ്ട്. അരി വാങ്ങി അതേപോലെ തന്നെ കിടക്കുന്നുണ്ട്. ഇത് എടുത്ത് വെച്ചിട്ട് നാളെ തിളപ്പിച്ചാൽ മതി. 1 കിലോന്റെ കുക്കറിൽ 1 കിലോ അരിയൊക്കെ. സോറി ഗായ്സ്, ഞങ്ങൾക്ക് ബുദ്ധി കൂടിപ്പോയതുകൊണ്ടാണ്. ബിരിയാണി ഓക്കെയാണ്, ബിരിയാണി സെറ്റാണ്. ഏതായാലും ബിരിയാണി ഇന്നാണ്ട് പെട്ടെന്ന് തടി കഴിച്ചിലാക്കട്ടെ. ആർക്കും നെയ്ച്ചോറ് വേണ്ടേ? ഇത് നെയ്ച്ചോറല്ല, നെയ്ജ് അരിയാണ് പറഞ്ഞത്. ഏതായാലും ബിരിയാണി ഒരു പാത്രത്തിൽ കിട്ടിയത് വേഗം ഓടി രക്ഷപ്പെടട്ടെ, തടി കഴിച്ചിലാക്കട്ടെ. എപ്പോഴാണ്? വൈകുന്നേരോ? ഓക്കെ. ഇമ്മാക്ക് എന്താ പറയാനുള്ളത്? കുറെ കാലങ്ങൾക്ക് ശേഷം 3 മക്കളെയും ഒരുമിച്ച് കിട്ടിയതല്ലേ? വലിയ സന്തോഷം. ഹാപ്പിയാണോ? നെജ്മന്റെ കങ്ങിയ ബിരിയാണിനെ പറ്റി എന്താ പറയുക? ബിരിയാണി അല്ല, കങ്ങിയ നെയ്ച്ചോറിനെ പറ്റി
ഇപ്പൊ കങ്ങീനിപ്പൊ എന്താ കാട്ടുന്നത്? എന്താ ചെയ്യാലേ, 1 കിലോന്റെ അങ്ങനെയൊക്കെ ഉണ്ടാവും, അതിനങ്ങനെ തളർത്താൻ പാടില്ല. ഞാൻ വളർത്തും. അപ്പൊ ഗായ്സ് എന്തായിരുന്നു ഗോതമ്പിന്റെ ഉപ്പുമാവിന്റെ ഫ്ലേവർ. ഗോതമ്പ് ഉപ്പുമാവിന്റെ സ്മെല്ലാ വരുന്നതാണ്. നെയ്ച്ചോറായിട്ട് ഗോതമ്പ് ഉണ്ടാക്കിയിരിക്കുക. ഓക്കെ, സന്തോഷം. ഇത് കരിഞ്ഞ മണം കൊണ്ട് ഇതാണോ അതാണെന്ന് കൺഫ്യൂഷനായി. ഏതായാലും സംഗതി ഉസാറായിക്കണേ. നമ്മളേതായാലും മൈക്ക് കൊയിഞ്ഞാടിയതാ. അപ്പൊ സുഹൃത്തുക്കളെ, ഇങ്ങനെയും നെയ്ച്ചോറുണ്ടാക്കാം എന്നാണ് ഇത്. നെയ്ച്ചോറ് നിങ്ങളെ കുക്കർ പോയിട്ടാ അടിയിലേ കലത്തപ്പം ഉണ്ടാക്കിയ മാതിരിക്കണ്. ഇനിയിപ്പോ ഇത് നന്നാക്കാൻ കുറച്ചടങ്ങാറാണ്ടി വരുമല്ലോ. സൂപ്പർ വാവ്. ഇത് നോക്കി, ഇത് ആർട്ടിസ്റ്റ് എന്തിനു നന്നു. അല്ല, ഇത് ആവശ്യമുണ്ട് കേട്ടോ, ഈ സാധനം ആവശ്യമുണ്ട്. വാവ് ഇല്ലട്ടോ, അത് എന്നെ കൊണ്ട് തന്നെ കഴിച്ചോളൂ. ഇത്രയും കഴിവ് എനക്കുള്ളൂ. നെയ്ച്ചുമ്പോ കൂടുതൽ കഴിവ് എടുത്തപ്പോ ഉമ്മ എന്താട്ടി തൈര് ഞാൻ ഉണ്ടാക്കാറുള്ളൂ. അങ്ങനെ നെയ്ച്ചോറ് ഇങ്ങനെ ഉണ്ടാക്കാം. അത് നിക്കിട്ടോ, എനിക്ക് ആവശ്യമുണ്ട്. അത് തോട്ടിക്കിടുക, അല്ല അപ്പൊ ഒന്നും ചെയ്യാല്ല. തോട്ടിക്കിടല്ലാതെ കോലല്ല. മീനുകളെങ്കിലും തിന്നട്ടെ. മീനുകളൊക്കെ ചത്തു പോന്നുണ്ടോ? ഇല്ല, മീനുകളൊക്കെ സേഫാ. അത് കഴിക്കല്ലോ. ആവശ്യമുണ്ട്. ഇങ്ങനെ ആക്കിയേക്കാം. ഒരു കുക്കറ് ഫുഡാണ് ഉണ്ടാക്കിയാണ്ട് അടിപൊളി ആക്കിക്കണേ. ഇതിന് കഴിവ് തന്നെ വേണം, ചില്ലറ കഴിവൊന്നും പോരാ. അപ്പോൾ സുഹൃത്തുക്കളെ, പാളിപ്പോകാത്ത ബിരിയാണിയും പാളിപ്പോയ നെയ്ച്ചോറും കൂടി കൂട്ടിയിട്ട് തിന്നുള്ള പരിപാടിയാണ്. നെജ്മാനെ തിന്നാട് നെജ്മാൻ്റെ അഭിപ്രായം പറയും. നല്ല ടേസ്റ്റ്. അഭിപ്രായമാണ് കേട്ടോ. ബിരിയാണിക്ക് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ലെവലാണ്. കാരണം നല്ല ബന്ധമുണ്ട്. ഇഷ്ടപ്പെട്ടു. ഇപ്പൊ അപ്രൂവ്ഡ്. അതെ, അത് തിന്നതാണ്. നല്ലത് നോക്കിയാ നൂഡിൽസിൽ വെള്ളം കൂടിയാണ് നമ്മൾ ആ ടേസ്റ്റ്. ആ ഫീലിങ് അറിഞ്ഞങ്ങനെ പോകുന്നുണ്ട്. നൂഡിൽസ് ഇനി നെയ്തിയിൽ 4 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഇല്ല. എന്നോട് എന്താണ് കുറവ്, എന്താ കൂടുതൽ കറക്റ്റ് കിട്ടും. ചോദിച്ചോക്കാം. നമ്മള് 6 മാസത്തിന് ശേഷമാണ് കേരളത്തിൽ നിന്ന് ഒരു ബിരിയാണി കഴിക്കാന്നുള്ളൊരു ആഗ്രഹപ്പുറത്ത് ഒരുപാട് കാലം രാജസ്ഥാനിലെ അന്തമുട്ട ഭക്ഷണം കഴിച്ചാണ് നല്ലൊരു ബിരിയാണി കഴിക്കാൻ വേണ്ടിട്ട് നാട്ടിൽ വന്നതാണ്. അവിടെ ജാവേദ് ഭായിന്റെ ബിരിയാണി 30 റുപ്യക്ക് 500 ഗ്രാം. അതൊക്കെ ഇനി കഴിച്ചിരുന്നത്. അതൊന്ന് മാറിയിട്ട് ഇങ്ങനെ ഒരു ബിരിയാണി. അത് മാത്രമല്ല, നെജുമ ഉണ്ടാക്കിയ ആദ്യത്തെ ഒരു സാധനം നമ്മൾ കഴിക്കുന്നത് ബിരിയാണിന്റെ കൂട്ടത്തില്. ഉള്ളതെല്ലാം പോലെ പറയും നമ്മള് ഉള്ളതെല്ലാം പോലെ പറയും. പിന്നെ കൂടുതൽ കുറവൊന്നും ഉണ്ടാവില്ല. നമുക്ക് കരിഞ്ഞ മണം വന്നെങ്കിലും ടേസ്റ്റ് എന്താണെങ്കിലും ഇപ്പൊ കറക്റ്റ് പറഞ്ഞുതരാം. സത്യസന്ധമായി പറഞ്ഞ കേട്ടോ, രക്ഷിക്കാൻ പറയണ്ട. രണ്ടാമത്തെ ബൈറ്റ് ഫസ്റ്റ് ബൈറ്റിൽ കിട്ടിയില്ല, രണ്ടാമത്തെ ബൈറ്റിൽ കിട്ടും. പറയാം എന്നാ എത്ര മോറായിരുന്നു. വേവ് നല്ല രീതിയിൽ ചിക്കനിൽ കൂടിയിരിക്കണ്. ചോറ് ഒരു 90-110% എത്തിക്കണ്. പക്ഷെ ടേസ്റ്റ് വേവ് വൈസ് ഓക്കെ, നമുക്ക് കഴിക്കാൻ പറ്റും. ഓവറായിട്ടില്ല. പക്ഷെ ടേസ്റ്റ് കുഴപ്പമില്ല. 5-ല് നമ്മളൊരു 4 കൊടുക്കും, 10-ലാണെങ്കിലും ഒരു 4 കൊടുക്കും. ബെറ്ററാ. എനിക്ക് ഈ ഒരു പ്ലേറ്റ് കഴിച്ച് കഴിയും എന്നുള്ളൊരു വിശ്വാസം ഉണ്ട്. പക്ഷെ കഴിച്ചു കഴിഞ്ഞാൽ എന്താവും എന്നുള്ളതൊരു വിശ്വാസം. അപ്പോ കഴിക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസം ഉണ്ട്. കഴിച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും എന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പൊ നെയ്ച്ചോറ് എന്തിട്ടാണല്ല എന്താ വെച്ചതാവോ, ആളെ അന്തം മുട്ടാണ് ഉണ്ടാക്കിയ ഒന്ന് ഉണ്ടാക്കിയാലൊക്കെ നന്നാ പറഞ്ഞു കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ ഏതായാലും നമ്മൾ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യട്ടോ. നല്ല മഴയാണ് നാട്ടിൽ. അപ്പം നമ്മളിനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ, നല്ല മഴ പെയ്യുന്നുണ്ട്. അടുത്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, ബാസിലും അർച്ചൊക്കെ ഉണ്ട് വിളിക്കണേ. നല്ലൊരു ഗ്രൗണ്ട് ഉണ്ട്, പാടത്ത് പോയി ഇങ്ങോട്ട് കുറച്ച് നേരം ഫുട്ബോൾ കളിക്കാം. അപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ ഇറങ്ങണേ. അപ്പോൾ ഏതായാലും ബിരിയാണി കഴിച്ചാണ്ട് നേരെ ചെക്കന്മാരത്തേക്ക് പോട്ടെ. ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ വീഡിയോ കണ്ട എല്ലാവരോടും ഒരുപാട് താങ്ക് യു. നിങ്ങൾ എന്തായാലും വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക, അത്രയും നമുക്ക് പറയാനുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണില്ലേ.
ഓക്കെ, നമ്മളെ സബ്സ്ക്രൈബേഴ്സ് വരട്ടെ, നമ്മളെ ചാനലൊക്കെ ഉഷാറാവട്ടെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇനി വരുന്ന വീഡിയോസും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.